നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ട കുചേല ദിവസമാകുന്നു. കുചേല ദിനം ഇന്നാണ്. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനം വരുന്നത്. ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ പ്രത്യേകിച്ചും ചില നക്ഷത്രക്കാർക്ക് ഇന്നു മുതൽ ചില അത്ഭുതങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്ന സമയം കൂടിയാണ് എന്ന് തന്നെ പറയാം. ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന അവസരമാണ് ഇത്. അതിനാൽ തന്നെ നേട്ടങ്ങൾ ഈ സമയം സ്വന്തമാക്കുവാൻ സാധിക്കും എന്നതും പ്രത്യേകതയായി തന്നെ പറയാം. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും ഈ നക്ഷത്രക്കാർക്ക് സംഭവിക്കാൻ പോകുന്ന അത്ഭുതകരമായ നേട്ടങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. പ്രത്യേകിച്ചും കടബാധ്യത ഉള്ളവരും അതേപോലെ തന്നെ മറ്റ് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരും ദുരിതങ്ങൾ അനുഭവിക്കുന്നവരും ഇന്നേ ദിവസത്തെ പൂജയിൽ ഭാഗമാകുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് അശ്വതി നക്ഷത്രമാകുന്നു. അശ്വതി നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും ഇത്തരത്തിൽ വളരെ ശുഭകരമായ ഫലങ്ങളാണ് ഇന്നേ ദിവസം പ്രത്യേകിച്ചും കുചേല ദിനവുമായി ബന്ധപ്പെട്ട ഈ ദിവസങ്ങളിൽ വന്നു ചേരുക. ജീവിതത്തിലെ തടസ്സങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ സമയം നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. കൂടാതെ 11 ശക്തനായ ശനി തുടരുന്നതിനാൽ കർമ്മഫലം കൂടി വർദ്ധിക്കുന്ന സമയം കൂടിയാകുന്നു. ഭഗവാന്റെ അനുഗ്രഹം കൂടി ഉള്ളതിനാൽ ഇരട്ടി ഫലം തന്നെ വന്ന് ചേരുന്നതാകുന്നു. ഏത് കാര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാലും ഇരട്ടി ഫലം തന്നെ ലഭിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. എല്ലായിടത്തു നിന്നും നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കുന്ന അവസരങ്ങൾ തന്നെയാണ് വന്നു ചേരുക. കുടുംബത്തിൽ ഉണ്ടായിരുന്ന തർക്കങ്ങൾ എല്ലാം തന്നെ അവസാനിക്കുന്ന സമയമാണ് ഉണ്ടാവുക. അതിനാൽ തന്നെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഉണ്ടായിരുന്ന ആലസ്യം വിട്ടൊഴിയുക തന്നെ ചെയ്യും. ഈ സമയം നിങ്ങൾക്ക് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ വർദ്ധിക്കുന്ന സമയം കൂടിയാണ് എന്ന് പറയാം. അപ്രതീക്ഷിതമായി ധനം കൈകളിലേക്ക് വന്നു ചേരും എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ഭരണി നക്ഷത്രമാകുന്നു. ഭരണി നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും കുചേല ദിനവുമായി ബന്ധപ്പെട്ട ഈ ദിവസത്തിൽ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ വർദ്ധിക്കുന്ന സമയം തന്നെയാണ് എന്ന് പറയാം. പ്രത്യേകമായ ഊർജം നിങ്ങളിലേക്ക് വന്നു ചേരും. മനസ്സിനെ അലട്ടിയിരുന്ന പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുക തന്നെ ചെയ്യും. മറ്റുള്ളവരുടെ സഹകരണം നിങ്ങൾക്ക് ലഭിക്കുന്നതാകുന്നു. ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും ദോഷചിന്തകളും എല്ലാം തന്നെ നീങ്ങിപ്പോകുന്ന അവസരം കൂടിയാണ് ഇത്. ഭൂമിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിവാഹ തടസ്സങ്ങൾ നീങ്ങുക തന്നെ ചെയ്യും. തൊഴിൽപരമായി ഈ സമയം നിങ്ങൾക്ക് ഉയർച്ച പ്രതീക്ഷിക്കാം എന്ന കാര്യവും ഓർക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടാം. അപ്രതീക്ഷിത ധന സ്രോതസ്സുകളിലൂടെ ധനം കൈകളിലേക്ക് വന്നു ചേരുന്ന അവസരം കൂടിയാണ് എന്ന് മറക്കാതിരിക്കുക. തീർച്ചയായും ഇവർ ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുന്നതും ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും മന്ത്രങ്ങൾ ജപിക്കുന്നതും ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുവാൻ സഹായകരമായി തീരും. മറ്റൊരു നക്ഷത്രം പുണർദം നക്ഷത്രമാകുന്നു. പുണർദം നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും ധാരാളം നേട്ടങ്ങൾ ഈ സമയം വന്നു ചേരും. കുചേല ദിനവുമായി ബന്ധപ്പെട്ട ഈ ദിവസം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പല രീതിയിലുള്ള തർക്കങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു എങ്കിലും പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കൂടാതെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുവാനുള്ള സാധ്യത ഈ സമയം കൂടുതലാകുന്നു. കുടുംബത്തിൽ സംഘർഷങ്ങൾ ഒരു പരിധിവരെ വിട്ടൊഴിയുകയും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഐക്യം വന്ന് ചേരുകയും ചെയ്യും. ഈ സമയം നിങ്ങൾക്ക് മനസൗഖ്യം ലഭിക്കുക, കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ഉയർച്ച വന്നു ചേരുക, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുക, ഇത്തരത്തിൽ നിരവധിയാർന്ന കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നതാകുന്നു. ധനപരമായ നേട്ടങ്ങൾ
ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കുന്നതാകുന്നു. പുണർന്ന നക്ഷത്രക്കാർ തീർച്ചയായും ഭഗവാനെ ആരാധിക്കുന്നതും ഭഗവാന്റെ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്നുകൂടി മനസ്സിലാക്കുക. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ഉത്രം നക്ഷത്രമാകുന്നു. ഉത്രം നക്ഷത്രക്കാർക്ക് പ്രധാനമായും ചിങ്ങക്കൂറുകാർക്ക് ഈ സമയം, അതായത് കുചേല ദിവസവുമായി ബന്ധപ്പെട്ട ഈ ദിവസങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ വിട്ടൊഴിയുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. മക്കളുടെ കാര്യത്തിൽ ശുഭകരമായ വാർത്തകൾ തന്നെ ലഭിക്കും. അവരെക്കുറിച്ചുള്ള ആശങ്കകൾ മനസ്സിൽ നിന്നും നീങ്ങുവാൻ സഹായകരമാണ് ഈ സമയം എന്ന കാര്യവും ഓർത്തിരിക്കുക. സമയബന്ധിതമായ ചുമതലകൾ നിങ്ങൾക്ക് നിറവേറ്റുവാൻ സാധിക്കുന്നതാകുന്നു. ഗാർഹികപരമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിലും ഈ സമയം അതിൽ നിന്നും നിങ്ങൾക്ക് മുക്തി ലഭിക്കുന്നതാകുന്നു. ധനപരമായ നേട്ടങ്ങൾ ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. കൂടാതെ കൈകളിൽ ധനം വന്നു ചേരുകയും അതേപോലെ തന്നെ വാഹനം, അതേപോലെ മറ്റ് വസ്തുക്കൾ എന്നിവ സ്വന്തമാക്കുവാൻ ഈ സമയം സാധ്യത കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങൾക്ക് അനുകൂലമാണ് ഈ സമയം. അതിനാൽ വീട് തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഈ സമയങ്ങളിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, അഥവാ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ സമയത്ത് തന്നെ ചെയ്യുന്നത് വളരെ ശുഭകരമാണ് എന്ന് തന്നെ പറയാം. ആഗ്രഹ സാഫല്യവും ഈ സമയം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ഭഗവാനെ ഭജിക്കുകയും ഭഗവാന്റെ മന്ത്രം ജപിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. തീർച്ചയായും ഭഗവാന്റെ കടാക്ഷത്താൽ ഉയർച്ച വന്നു ചേരും. മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാകുന്നു. വിശാഖം നക്ഷത്രക്കാർക്ക് കുചേല ദിവസം തന്നെ വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരുന്ന സമയമാകുന്നു. ഭഗവാന്റെ കടാക്ഷത്താൽ ഏതൊരു കാര്യവും ലക്ഷ്യത്തിലെത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് പ്രത്യേകത. കൂടാതെ ജീവിതത്തിൽ നിന്നും ആലസ്യങ്ങൾ എല്ലാം ഒഴിഞ്ഞ് നിങ്ങളുടെ ലക്ഷ്യത്തിനായി നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാകുന്നു. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി മാറും എന്നതാണ് ഈ സമയത്തിന്റെ പ്രത്യേകത. ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറുക തന്നെ ചെയ്യും. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യം വർദ്ധിക്കുകയും മാനസികമായ സന്തോഷം വന്ന് ചേരുകയും ചെയ്യും. അതിനാൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ കുചേല ദിവസം ഇത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ കുചേല ദിവസവുമായി ബന്ധപ്പെട്ട അടുത്ത 7 ദിവസം ഇത്തരത്തിലുള്ള ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാകുന്നു. ശനിയും രാഹുവും പ്രതികൂല ഭാവത്തിൽ നിൽക്കുമ്പോൾ അനുകൂലമായ ചില ഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ട്. ഇത് ആശ്വാസം തന്നെയാകുന്നു. എന്നാൽ കുചേല ദിവസവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരുന്നു എന്നതാണ് ഈ സമയത്തെ നിങ്ങളുടെ പ്രത്യേകത. കൂടാതെ സൂര്യനും ചൊവ്വയും മറ്റും നിങ്ങൾക്ക് നേട്ടങ്ങൾ നൽകും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. ജോലിക്കാർക്ക് സ്ഥലം മാറ്റത്തിന് അവസരങ്ങൾ വന്നു ചേരും. ധനു കൈകളിലേക്ക് വന്നു ചേരുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. കുചേല ദിനത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകളിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും. കൂടാതെ ഇഷ്ട വ്യക്തികളെ കണ്ടുമുട്ടുവാനും ചില മംഗളകരമായ പരിപാടികളിൽ പങ്കെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ധനനേട്ടങ്ങളും ഉയർച്ചയും വന്ന് ചേരുന്നു എന്നതും പ്രത്യേകതയായി തന്നെ പറയാം. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് രേവതി നക്ഷത്രമാകുന്നു. രേവതി നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ കുചേല ദിവസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്ന് ചേർന്നിരിക്കുന്നത്. രേവതി നക്ഷത്രക്കാർക്ക് സാഹചര്യങ്ങൾ അനുകൂലം തന്നെയാകുന്നു. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം കടാക്ഷിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ഭഗവാന്റെ കടാക്ഷത്താലാണ് ഈ കാര്യം സംഭവിക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ നിങ്ങൾക്ക് അനുകൂലമായ നേട്ടങ്ങളും ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരുന്നതാകുന്നു. കലാസാഹിത്യ മേഖലകളിൽ നേട്ടമുണ്ടാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും. കൂടാതെ കലാസാഹിത്യ മേഖലകളിൽ നേട്ടമുണ്ടാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും.
ആത്മീയ കാര്യങ്ങളിൽ തീർച്ചയായും നിങ്ങൾക്ക് ശ്രദ്ധ വളരുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ബിസിനസ്, തൊഴിൽ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഉയർച്ച നിങ്ങൾക്ക് വന്ന് ചേരേണ്ടതാകുന്നു. പൊതുവെ നോക്കുകയാണ് എങ്കിൽ അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ പോലും ഈ ദിവസങ്ങളിൽ, അതായത് ഈ സമയങ്ങളിൽ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. തീർച്ചയായും നിങ്ങൾക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ, കടങ്ങൾ അല്പം വീട്ടുവാനുള്ള ധനം എന്നിവ വന്ന് ചേരുന്നതുമാകുന്നു. ഈ കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. രേവതി നക്ഷത്രക്കാർ തീർച്ചയായും ഭഗവാനെ ആരാധിച്ച് മുന്നോട്ടു പോവുക. ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുകയും സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം ക്ഷേത്ര ദർശനം നടത്തുന്നതും ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക.